ഈ അമേരിക്കയിൽ പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ കിട്ടിയ പിള്ളേർ അവർ ഈ വിസ ഇൻ്റർവ്യൂവിന് ചെല്ലണം. ആ വിസ ഇൻ്റർവ്യൂവിലാണ് അവർ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടിയാലും ഇങ്ങോട്ട് പോരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെല്ലാം സ്വന്തം കാശ് മുടക്കി വളരെ പണം മുടക്കി വളരെ കാലമെടുത്താണ് ഇവിടെയുള്ള കോളേജുകളിൽ അഡ്മിഷനൊക്കെ കിട്ടുന്നത്, അഡ്മിഷൻ സംഘടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് വിസ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഇപ്പോൾ തൽക്കാലം ഇൻ്റർവ്യൂ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ. അത് ഇന്ത്യക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്നതിൻ്റെ കാര്യം 3 ലക്ഷം ഇന്ത്യക്കാരോ മറ്റോ ആണ് ഓരോ വർഷവും ഇങ്ങോട്ട് പഠിക്കാനായിട്ട് വരുന്നത്, സ്വന്തം കാശ് ഉപയോഗിച്ചാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം ഇവിടെ ഈ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഈ വെറുതെ ആർട്സ് സബ്ജക്റ്റ് ആണെങ്കിൽ 1 വർഷം ജോലി ചെയ്യാം, മറ്റ് സയൻസ് സബ്ജക്റ്റുകളാണെങ്കിൽ 3 വർഷം കൂടെ ജോലി ചെയ്യാം. അപ്പോൾ 3-4 വർഷം ഇവിടെ ജോലി ചെയ്യാം എന്നുള്ള ആ പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം അത് H1 വിസ കിട്ടണം അവർക്ക്. അത് H1 വിസ അന്നേരം കിട്ടണ്ട, പിന്നെ H1 വിസ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. സ്ഥിരമായിട്ടല്ല, 6 വർഷം. അതിൻ്റെ ഇടയിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. അങ്ങനെ ഗ്രീൻ കാർഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ സിറ്റിസൺ ആകാം. ഇങ്ങനെ അമേരിക്കയിൽ തന്നെ തുടരാം. ഈ ഒരു പ്രതീക്ഷയിലാണ് മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരോട് ആരോടും ഇപ്പോൾ തൽക്കാലം വരേണ്ടതില്ല. ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചിട്ട് ഇവരൊക്കെ സെമിറ്റിക് ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം വരാനെന്നാണ് ഇപ്പോൾ തീരുമാനം. അതായത് ഇസ്രായേൽ വിരുദ്ധരാണോ എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഇടതുപക്ഷക്കാർക്കും പിന്നെ ഒന്നും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത തന്നെ ഇല്ലാതാകും. കാരണം ഇവരൊക്കെ പിന്നെ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് തന്നെ ഇസ്രായേൽ വിരുദ്ധരാണ്. അപ്പം തീർച്ചയായിട്ടും അവരെയൊന്നും ഇങ്ങോട്ട് കടത്തിവിടേണ്ടതില്ല എന്നുള്ളതായിരിക്കാം ഈ തീരുമാനത്തിന് പിന്നിൽ നിന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പം അമേരിക്ക തന്നെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. അത് ഈ 4-5% പിന്നെ യഹൂദരുടെ ജനസംഖ്യ ഉണ്ട്. അത്രയും തന്നെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നു, അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നു. ഇപ്പം മിഷിഗൻ പോലെയുള്ള സ്റ്റേറ്റുകളിൽ അവരുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അത് പിന്നെ യഹൂദരെ അസ്വസ്ഥതപ്പെടുത്തുന്നു. പല കാര്യങ്ങളും പലയിടത്തും ഇപ്പം ന്യൂയോർക്കിൽ പിന്നെ ന്യൂജേഴ്സിയിൽ പാറ്റേഴ്സൺ പോലെയുള്ളിടത്ത് ഈ ബാങ്ക് വിളിയും ഒക്കെ അനുവദിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പിന്നെ മാറുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത്.